തിരക്കേറിയ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലെ ഉച്ചനേരം. തന്റെ പ്രൊജക്ട് മികച്ച രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടും ടീം ലീഡറായ രാഹുൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വരുണിനോട് വളരെ മോശമായി സംസാരിച്ചു. അകാരണമായ പരിഹാസവും കുറ്റപ്പെടുത്തലുകളും കേട്ടിട്ടും അയാൾ ഒന്നും മിണ്ടിയില്ല എന്ന് മാത്രമല്ല, വളരെ ശാന്തനായി തന്റെ സീറ്റിലേക്ക് മടങ്ങി. അയാൾ അത്രയും പറഞ്ഞിട്ടും നീ എന്തിനാണ് ചിരിച്ചുകൊണ്ടിരുന്നത്? നിനക്ക് തിരിച്ചു 4 വർത്തമാനം പറഞ്ഞുകൂടായിരുന്നു? നിന്റെ മാന്യത അയാൾ വിഡ്ഢിത്തമായി കാണില്ലേ എന്ന് വരുണിനോട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ചോദിച്ചു. വരുൺ പതിയെ തന്റെ ഫോണിലെ ഒരു നോട്ടിഫിക്കേഷൻ നിധിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. നിധിൻ, ആരെങ്കിലും നിനക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു എന്ന് കരുതുക. നീ അത് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഫോർവേഡ് മെസ്സേജ് നീ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ അത് നിന്റെ മനസ്സിനെ ബാധിക്കുമോ? നിധിൻ പറഞ്ഞു. ഇല്ല, ഞാനത് നോക്കിയില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് പ്രശ്നം? അപ്പോൾ വരുൺ തുടർന്നു. ഇതും അതുപോലെ തന്നെയാണ്. രാഹുൽ എനിക്ക് നേരെ എറിഞ്ഞത് അയാളുടെ ഉള്ളിലെ ദേഷ്യവും അസ്വസ്ഥതയുമാണ്. അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഞാനത് മനസ്സാകുന്ന ഇൻബോക്സിലേക്ക് എടുത്തിട്ടില്ല. അതുകൊണ്ട് അതിപ്പോഴും അയാളുടെ പക്കൽ തന്നെ ഇരിക്കുന്നു. ഞാൻ തിരിച്ച് അയാളെ ചീത്ത പറഞ്ഞാൽ അയാളുടെ വിദ്വേഷം ഞാൻ വാങ്ങി എന്നാണ് അതിനർത്ഥം. എന്തിനാണ് മറ്റുള്ളവരുടെ ചീത്ത സ്വഭാവത്തിന് വേണ്ടി എൻ്റെ സമാധാനം ഞാൻ കളയുന്നത്? സ്വീകരിക്കാത്ത സമ്മാനങ്ങൾ എന്നും അത് നൽകിയതിൻ്റേത് മാത്രമാണ്. നിങ്ങളുടെ സമാധാനം കവർന്നെടുക്കാൻ ആരെയും അനുവദിക്കരുത്. ലോകം നിങ്ങൾക്ക് എന്ത് നൽകുന്നു എന്നതിലല്ല, നിങ്ങൾ എന്ത് സ്വീകരിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ സന്തോഷമിരിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ളവയിൽ നിന്ന് നന്മ മാത്രം ഉൾക്കൊള്ളുവാൻ നമുക്ക് പരിശ്രമിക്കാം.